ഹലോ, ഈ ലെസണിൽ നമ്മളൊരു മെയ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വഴി കാണിക്കുന്ന ഗെയിം കളിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഗെയിമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡെമോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഓൾറെഡി ഉണ്ട്. സ്പ്രൈറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പ്രൈറ്റുകൾ ആഡ് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഡ്രോപ്സിൽ ചൂസ് എ ബാക്ക്ഡ്രോപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു മെയ്സ് ഇമേജ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്റർനെറ്റിൽ നിന്ന്. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഒരു മെയ്സ് ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇനി ഞാനിവിടെ കൺവേർട്ട് ടു വെക്ടർ കൊടുത്തിട്ട് ഇതിനൊന്ന് ചെറുതാക്കുകയാണ്. ഒരു കുറച്ച് സ്പേസ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട്. ഓക്കെ ഓക്കെ റൈറ്റ്. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് ഇപ്പൊ നമ്മുടെ മെയ്സ് റെഡിയായി. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഞാൻ മെയ്സിനെ വെച്ചിരിക്കുന്നത്. ഇനി ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഞാനൊന്ന് ചെറുതാക്കാൻ പോകണം. 100 എന്നുള്ള സൈസ് കുറച്ചിട്ട് ഒരു 30 ആക്കി എങ്ങനെ ഇരിക്കും? ഓക്കെ, തീരെ ചെറിയൊരു ക്യാറ്റായി. 30ലും ചെറുതാവണം എനിക്ക്. ഒരു 20 ആവുമ്പോൾ, ഒരു 20 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സൈസാണ്. ഇതിനകത്ത് കൂടെ പോകാനെന്ന് തോന്നുന്നു. ഓക്കെ, 20 ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് സൈസ് ആണെന്ന് തോന്നുന്നു ഈ മെയ്സിനകത്ത് കൂടെ ക്യാറ്റിന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ മാറ്റണമെങ്കിൽ അപ്പം മാറ്റാം. ക്യാറ്റ് റെഡിയായി. അതുപോലെ തന്നെ നമുക്ക് ക്യാറ്റ് എങ്ങോട്ടാണ് വഴി കാണിക്കേണ്ടത് അവിടെ നമുക്കൊരു ഫുഡ് ഐറ്റം ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ ചൂസ് എ സ്പ്രൈറ്റിൽ ഫുഡിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോണറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഡോണറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ സൈസ് നമുക്കൊരു 20 ആക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൃത്യമായി വെക്കാം. ഓക്കെ, ഡോണറ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കാമെന്ന് തോന്നുന്നു. ഒരു 40 വെക്കാം. ഓക്കെ, ഈ അറ്റത്തല്ല ഇരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെറ്റപ്പ്, ഇപ്പൊ നമ്മുടെ സ്പ്രൈറ്റും ബാക്ക്ഗ്രൗണ്ടും എല്ലാം റെഡിയായി. ഇനി നമുക്ക് കോഡ് എഴുതാൻ തുടങ്ങാം. അപ്പൊ ക്യാറ്റിന് വേണ്ടിയാണ് പ്രധാനമായും നമ്മൾ ഈ കോഡ് എഴുതേണ്ടത്. കാരണം ക്യാറ്റാണ് സഞ്ചരിച്ച് ഈ വഴിയിലൂടെ പോയി ഡോണറ്റിൽ എത്തേണ്ട ആള് അല്ലെ. ക്യാറ്റിന്റെ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്ന് കൊടുത്തിട്ട് എന്താ ചെയ്യാം? വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്, ക്യാറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? നമ്മൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് പോകണം, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകണം, അപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പിലോട്ട് പോകണം, ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗണിലോട്ട് പോകണം. അങ്ങനെയാണല്ലോ മെയ്സ് വർക്ക് ആവേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് ദെന്നിൽ പോവാ. ഓക്കെ, കൺട്രോളിൽ പോയിട്ട് ഇഫ് ദെൻ ഇവിടെ ഇടാം. എന്നിട്ട് സെൻസിങ്ങില് പോയിട്ട് കീ സ്പേസ് പ്രസ്ഡ് എന്നുള്ളത് ഈ ഇഫിനകത്ത് ഇടാം. ഓക്കെ, എന്നിട്ട് കീ സ്പേസ് നമുക്ക് ആദ്യം റൈറ്റ് ആരോന്റെ കോഡ് എഴുതാം. റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ മോഷനിൽ പോയിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് ചേഞ്ച് x/10 പകരം നമുക്കൊരു 4 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ് 4 വെച്ച് മാറണം. ക്യാറ്റിന്റെ എക്സ് 4 വെച്ച് മാറുക എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ടുള്ള മൂവ്മെന്റ് ആണല്ലോ. അപ്പോൾ അത് റെഡിയായി. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇത് നമുക്കൊരു 4 എവർ ലൂപ്പിനകത്ത് ഇടണം അല്ലെ, കോഡ് എപ്പോഴും റൺ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്ത് ഇട്ടാല് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ക്യാറ്റ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ആരോന്റെ കോഡ് എഴുതാം. അപ്പൊ ഞാൻ തൽക്കാലം ഈ 4 എവർ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇതിന്റെ താഴെയാണ്. ഓക്കെ, എന്നിട്ട് റൈറ്റ് ആരോ എന്നുള്ളത് മാറ്റിയിട്ട് ലെഫ്റ്റ് ആരോ ആക്കാം. ഓക്കെ, ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ചേഞ്ച് x/4 എന്നുള്ളത് നമ്മൾ എങ്ങനെ മാറ്റണം? -4 എന്നാക്കണം. ഓക്കെ, അപ്പൊ ചേഞ്ച് x/4 എന്ന് പറയുമ്പോൾ എക്സ് 4 വെച്ച് ഇൻക്രീസ് ആവും. ചേഞ്ച് x/-4 എന്ന് പറയുമ്പോൾ എക്സ് 4 വെച്ച് ഡിക്രീസ് ആവും. അതാണ് അതിന്റെ അർത്ഥം. ആ XY കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നത്തെ പ്രോജക്ട്സിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആരോന്റെയും ലെഫ്റ്റ് ആരോന്റെയും ആയി നമുക്കിത് ഇതിനകത്തിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് വരും, റൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡൗൺ ആരോന്റെയും അപ്പ് ആരോന്റെയും കോഡ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇഫ് ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ചേഞ്ച് എക്സ് അല്ല മാറേണ്ടത്, ചേഞ്ച് y ആണ് മാറേണ്ടത്. അപ്പൊ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ x/-4 എന്നുള്ളത് നമ്മൾ കളഞ്ഞിട്ട്
മോഷനിൽ പോയിട്ട് ചേഞ്ച് y ബൈ -4 എന്നാക്കാം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അപ്പ് ആരോന്റെയും കൂടെ എഴുതിയിട്ട് എല്ലാം കൂടെ വർക്ക് ആവുമോ നോക്കാം. കീ അപ്പ് ആരോ പ്രസ് ചേഞ്ച് y ബൈ 4 എന്നാക്കുക. ഓക്കെ ഒന്നും കൂടെ ഞാൻ എല്ലാം പറയാം. എല്ലാം നമ്മൾ ഈ 4 എവറിനകത്തിട്ടു. ഇപ്പൊ ഞാൻ എല്ലാ 4 എവർ ലൂപ്പിൽ ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ നോക്കൂ എക്സ് 4 വെച്ച് മാറുകയാണ്. അതായത് റൈറ്റിലോട്ട് ക്യാറ്റ് മൂവ് ചെയ്യും. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ക്യാറ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. എക്സ് -4 വെച്ച് മാറുകയാണ്. അപ്പ് പ്രസ് ചെയ്യുമ്പോൾ മേലോട്ട് പോകും, ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് വരും. ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ക്യാറ്റ് ഈ ബ്ലാക്ക് ലൈൻസിന്റെ എല്ലാ ഇടയിൽ കൂടെ സ്വതന്ത്രമായി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. ഈ മെയ്സിനകത്ത് കൂടെ മാത്രമേ ക്യാറ്റ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഈ കാണുന്നതൊക്കെ വാൾസ് ആണ് അല്ലേ. അപ്പൊ വാൾസിന്റെ അകത്ത് കൂടെ ക്യാറ്റിന് അങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇത് സംഭവിക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഇഫ് ദെൻ കണ്ടീഷൻ എഴുതും. കൺട്രോളിൽ ഇഫ് ദെൻ എടുത്തിട്ട് നമ്മൾ ഈ റൈറ്റ് ആരോ പ്രസ്ഡ് ഉണ്ടല്ലോ, അപ്പൊ ചേഞ്ച് എക്സ് ബൈ 4ന്റെ അകത്ത് ഒരു ഇഫ് ദെൻ ഇടാം. ഓക്കെ എന്നിട്ട് സെൻസിംഗിൽ പോയിട്ട് ടച്ചിങ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തിട്ട് ഈ ഈഫിനകത്തിടാം. ഓക്കെ എന്നിട്ട് ടച്ചിങ് കളർ ഇവിടെ ഒരു ഗ്രീൻ കളറാണ് ഇരിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കളർ പിക്കർ ഒരു സംഭവം നിങ്ങൾക്ക് കാണാം, ഒരു ഫില്ലർ പോലെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മെയ്സിനകത്തോട്ട്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുക. കളർ പിക്ക് ചെയ്യാണ് നമ്മൾ. ഓക്കെ നിങ്ങൾ പെയിന്റിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ കളർ പിക്ക് ചെയ്യാം. അപ്പൊ അവിടെ ആ ബ്ലാക്ക് കളർ വന്നു. അപ്പോ ഈഫ് ടച്ചിങ് കളർ ബ്ലാക്ക് എന്നായി ഇപ്പൊ അതിനർത്ഥം ഈ ക്യാറ്റ് എപ്പോഴെങ്കിലും ഈ ബ്ലാക്ക് കളർ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ചേഞ്ച് എക്സ് ബൈ 4 ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത് ഈ ഇഫിനകത്ത്. പക്ഷെ എപ്പോഴെങ്കിലും റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഈ ക്യാറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും മോഷനിൽ പോയിട്ട് ചേഞ്ച് എക്സ് ബൈ അതിനകത്ത് കേട്ടോ ചേഞ്ച് എക്സ് ബൈ -4 എന്ന് കൊടുക്കാം. ഇതിനർത്ഥം എന്താ? ഈ റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ എക്സ് ബൈ 4 വെച്ചിട്ട് ക്യാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ബ്ലാക്ക് കളറിൽ അത് ടച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു വാളിൽ ടച്ച് ചെയ്ത എഫക്റ്റ് ബ്ലാക്ക് കളറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് എക്സ് ബൈ -4, അതായത് തിരിച്ചൊരു -4 ഒന്ന് ബൗൺസ് ചെയ്യുന്ന പോലെ ക്യാറ്റ് തിരിച്ചു വരും. അതായത് ആ വാള് കടന്ന് ഒരിക്കലും പോവില്ല എന്നർത്ഥം. ഓക്കെ അതാണ് ഇതിനർത്ഥം. അങ്ങനെയാണ് ടച്ചിങ് കളർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഇപ്പൊ ചേഞ്ച് എക്സ് ബൈ -4. ഇപ്പൊ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ക്യാറ്റ് കണ്ടോ ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ കാരണം ഇതിവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ക്യാറ്റിന്റെ സൈസ് ഒന്നുകൂടെ കുറച്ചൊരു 15 ആക്കി നോക്കുകയാണ്. ഓക്കെ നോക്കൂ, അപ്പൊ തീരെ ചെറിയ ക്യാറ്റായി. ഓക്കെ ഇനി ഇപ്പൊ ഈ ക്യാറ്റ് ഇതിനകത്തൂടെ പോകും. ഓക്കെ എന്നിട്ട് ഇവിടെ ബ്ലാക്കിൽ എത്തുമ്പോൾ അത് അവിടെ നിൽക്കും. അതിനവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അപ്പൊ ബ്ലാക്കിൽ തട്ടുമ്പോൾ ക്യാറ്റ് മുന്നോട്ട് എക്സ് ബൈ 4 വെച്ച് പോകില്ല. റൈറ്റ് ആരോക്ക് ഞാൻ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ അത് പോകുന്നില്ല. ഓക്കെ ഇനി ഇതേ ലോജിക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇഫിനകത്തും അപ്ലൈ ചെയ്യാം. ഓക്കെ അപ്പൊ ഇഫ് ലെഫ്റ്റ് ആരോ കീ പ്രസ് ചേഞ്ച് എക്സ് ബൈ -4 എന്നുണ്ട്. അതിനകത്തും നമ്മൾ കൺട്രോളിൽ പോയിട്ട് പെട്ടെന്ന് ചെയ്യാം. ഇഫ് ദെൻ ചേഞ്ച് എക്സ് ബൈ -4ന്റെ തൊട്ട് താഴെ ഒരു ഇഫ് ദെൻ. എന്നിട്ട് ഞാൻ ഇതന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിവിടെ ഇട്ടു. എന്നിട്ട് ചേഞ്ച് മോഷനിൽ പോയിട്ട് ചേഞ്ച് എക്സ് ബൈ 10 എന്നുള്ളത് 4 എന്നാക്കുക. ഓക്കെ ഇപ്പൊ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ -4 മൂവ് ചെയ്യണം. പക്ഷെ അതിനിടയിൽ ബ്ലാക്ക് കളർ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 4 വെച്ചൊന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ അതുപോലെ തന്നെ ഡൗൺ ആരോയിൽ വരുമ്പോൾ ഇഫ് ദെൻ ഇതിനകത്തിടാം. ഓക്കെ ചേഞ്ച് y ബൈ -4നകത്ത് തന്നെ. എന്നിട്ട് ഈ ടച്ചിങ് കളറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ടച്ചിങ് കളർ ചെയ്യുക. എന്നിട്ട് മോഷനിൽ പോയി ഇവിടെ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ y ബൈ -4 ആണ് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അതിനെന്താക്കണം? ചേഞ്ച് y ബൈ 4 എന്നാക്കുക. ഓക്കെ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ -4 മൂവ് ചെയ്യണം. ബ്ലാക്ക് കളർ കണ്ട ഒരു 4 ബാക്കിലോട്ട് മൂവ് ചെയ്യണം. അങ്ങനെ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് അവസാനത്തെ ഇഫിലും ചെയ്യാം. ഇഫ് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ടച്ചിങ് കളർ ബ്ലാക്ക് ആണെങ്കിൽ മോഷനിൽ പോയിട്ട് ഓൾറെഡി ചേഞ്ച് y ബൈ 4 ആണ്, അതിന് ചേഞ്ച് y ബൈ -4 എന്നാക്കുക. ഓക്കെ എന്നിട്ട് ഈ ടച്ചിങ് കളർ ഇവിടെ തന്നെ തിരിച്ചു വെക്കുക. റൈറ്റ് ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുമോന്നെ.
എല്ലാ കോഡും ശരിയാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ക്യാറ്റ് ഇവിടെയാ നിൽക്കുന്നത്. ലെഫ്റ്റിലോട്ടും പോകുന്നില്ല, ഇതേപോലെ അപ്പിലോട്ടും പോകുന്നില്ല. ഈ മേസിൽ കൂടെ മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ ഇത് വാള് ക്രോസ് ചെയ്തിട്ട് അമർത്തിക്കൊണ്ടിരുന്നാലും പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അത്രയും പാട്ട് റെഡിയായി. റൈറ്റ്, ഇനി ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ക്യാറ്റ് ഈ പൊസിഷനിലാണ് തുടങ്ങുന്നത്. അതെനിക്ക് മാറ്റണം. ക്യാറ്റ് എപ്പോഴും ഗെയിം തുടങ്ങുമ്പോൾ, അതായത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വന്ന് നിൽക്കണം. ഇത് ഞാൻ കോഡ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താ? -214 -162 ആണ്. അപ്പൊ നമുക്ക് ഈസി ആയി ചെയ്യാലോ. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കിന്റെ താഴെ തന്നെ ഗോ ടു എക്സ് -214 -162. അപ്പൊ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്യാറ്റിനെ മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാറ്റ് ആ ഒറിജിനൽ പൊസിഷനിലായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ക്യാറ്റിന്റെ കോസ്റ്റ്യൂംസിൽ പോയാൽ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, നടക്കുന്ന പോലെ ആക്കാൻ 2 കോസ്റ്റ്യൂംസ് ആണ് ഉള്ളത്. പക്ഷെ ഞാൻ ഇതല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ കോസ്റ്റ്യൂം 2 ഡിലീറ്റ് ചെയ്തിട്ട് കോസ്റ്റ്യൂം 1 ഉണ്ടല്ലോ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ഈ കോസ്റ്റ്യൂം 2 ഞാൻ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഫ്ലിപ്പ് ചെയ്തപ്പോ ആദ്യത്തെ കോസ്റ്റ്യൂം റൈറ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും രണ്ടാമത്തെ കോസ്റ്റ്യൂം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു നിൽക്കുന്നതുമാണ്. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെയാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കോഡിൽ വന്നിട്ട് ഈ സ്റ്റോപ്പ് ആണല്ലോ, റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ലുക്സിൽ പോയിട്ട് സ്വിച്ച് ടു കോസ്റ്റ്യൂം ചെയ്യാം. സ്വിച്ച് ടു കോസ്റ്റ്യൂം, നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കോസ്റ്റ്യൂം ഏതാ? കോസ്റ്റ്യൂം 1 ആണ്. അപ്പൊ സ്വിച്ച് ടു കോസ്റ്റ്യൂം 1ഉം അതേപോലെ ലെഫ്റ്റ് ആരോ കീ പ്രസ് എന്നുള്ള ഇഫിനകത്ത് എന്താ ചെയ്യുക? സ്വിച്ച് ടു കോസ്റ്റ്യൂം 2ഉം കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് ഫേസ് ചെയ്ത ഒരു ക്യാറ്റും, റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് ഫേസ് ചെയ്ത ഒരു ക്യാറ്റും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടോ, അതിങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ കോസ്റ്റ്യൂം മാറ്റാൻ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോഴും കോസ്റ്റ്യൂം മാറ്റാവുന്ന പോലെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ റെഡിയായി. ഇനി നമുക്ക് ഈ ക്യാറ്റ് ഈ ഡോണറ്റിൽ എത്തുമ്പോൾ ഗുഡ് ജോബ് എന്ന് എഴുതി കാണിക്കണം. അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ സ്പ്രൈറ്റ് ആഡ് ചെയ്യാണ്. ചൂസ് എ സ്പ്രൈറ്റ് എടുത്തിട്ട് ഈ ബലൂണിന്റെ സ്പ്രൈറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ കോസ്റ്റ്യൂംസിൽ പോയിട്ട് ഓക്കെ ഈ ബലൂണിനെ നമുക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, കുറച്ചധികം ബലൂൺസ് വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ Ctrl+C Ctrl+V കൊടുത്തിട്ട് നമുക്കൊരു കുറെ അധികം ബലൂൺസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഞാനത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ബലൂണിന്റെ മേലെ ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്, ഗുഡ് ജോബ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഈ സ്പ്രൈറ്റിന് ഗുഡ് ജോബ് എന്നൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് ജോബ് സ്പ്രൈറ്റും നമ്മുടെ റെഡിയായി. ഇനി നമ്മൾ ഇതിന്റെ കോഡിലോട്ട് പോവാണ്. എന്നിട്ട് ഈവന്റ്സിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് ലുക്സിൽ പോയിട്ട് ഹൈഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഗുഡ് ജോബ് എന്നുള്ളത് കാണാൻ പാടില്ല അല്ലെ, ഗെയിം തീരുമ്പോഴല്ലേ കാണാവൂ. ഓക്കെ, അത് റെഡിയായി. എന്നിട്ട് സ്പ്രൈറ്റ് 1 ഓക്കെ സ്പ്രൈറ്റ് 1ന്റെ കോഡിൽ പോയിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് സെൻസിംഗിൽ പോയിട്ട് ടച്ചിങ് മൗസ് പോയിന്റർ എന്നുള്ളതുണ്ടല്ലോ അതിവിടെ ഇടാം. എന്നിട്ട് കൺട്രോളിൽ ഇഫ് ദെനിൽ പോയിട്ട് ഇഫ് ദെൻ അതിനുശേഷം വീണ്ടും നമ്മൾ സ്പ്രൈറ്റ് 1ലോട്ട് വന്നിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് തന്നെ പാരലൽ ആയിട്ട് തന്നെ അതിനുശേഷം നമ്മൾ ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് കൺട്രോളില് ഇഫ് ദെൻ ഓപ്ഷൻ ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇഫ് ദെന്നിനകത്ത് സെൻസിംഗിൽ പോയിട്ട് ടച്ചിങ് മൗസ് പോയിന്റർ എന്നുള്ളത് ഈഫിനകത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇഫ് ടച്ചിങ് മൗസ് പോയിന്ററിന് പകരം ടച്ചിങ് ഡോണറ്റ് ആക്കുക. അതായത് ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഡോണറ്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗുഡ് ജോബ് എന്ന് കാണിക്കണം. അപ്പൊ ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഡോണറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ജോബ് എന്ന് പറയണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഈവന്റ്സിൽ പോയി കുറച്ച് താഴേക്ക് വന്നിട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ മെസ്സേജ് 1ന് പകരം ഒരു ന്യൂ മെസ്സേജ് നമുക്ക്
ഗുഡ് ജോബ് എന്ന് തന്നെ മെസ്സേജിന് പേര് കൊടുക്കാം. ഓക്കെ. ഓക്കെ, എന്നിട്ട് ഈ ഇഫും നമ്മൾ ഈ ഫോർ എവർ ലൂപ്പിനകത്ത് ഇടാം. ഓക്കെ, അപ്പൊ എപ്പോഴെങ്കിലും ഈ ഒരു ക്യാറ്റ് ഡോണറ്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ഗുഡ് ജോബ്. ഓക്കെ, അത് കൊടുത്തിട്ട് നമ്മൾ ഡോണറ്റിൽ ഗുഡ് ജോബ് സ്പ്രൈറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെൻ ഐ റിസീവ് ഗുഡ് ജോബ്, അതായത് അവിടെ നിന്ന് ഗുഡ് ജോബ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ലുക്സിൽ പോയിട്ട് ഷോ എന്ന് കൊടുക്കാം. ഓക്കെ, ഷോ. റൈറ്റ്? ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇനി ഇതൊക്കെ വർക്ക് ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ക്യാറ്റ് പോകുന്നു. ഓക്കെ, ഗുഡ് ജോബ് എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു മേസ് ഗെയിമിന്റെ ലോജിക്ക്. ഇതിൽ തന്നെ നമുക്ക് പല അപ്ഡേഷൻസും കൊണ്ടുവരാവുന്നതാണ്. അതായത് ഈ മേസിൽ ഓരോ സ്ഥലത്ത് ഓരോ കോയിൻ വെച്ചിട്ട് കോയിൻ എടുക്കുമ്പോൾ സ്കോർ കൂട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇടയിൽ ഓരോ മറ്റേ എനിമീസ് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് വെച്ചിട്ട് അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഗെയിം ഓവർ ആവുന്നത് പോലെ, ഇനി മൂവ് ചെയ്യുന്ന മോൺസ്റ്റേഴ്സ്, സ്ലൈഡ് ചെയ്യുന്ന മോൺസ്റ്റേഴ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഗെയിംസ് അനുസരിച്ച് നമുക്ക് അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലെസണിൽ കാണാം.